നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജി പിൻവലിച്ചതായി ചെങ്കൽപ്പട്ട് കുടുംബക്കോടതി അറിയിച്ചതിനു പിന്നാലെ ഉയരുന്ന ചോദ്യമാണ് എന്നാണ് വിജയും സംഗീതയും ഒന്നിക്കുന്നത്. ഓഗസ്റ്റ് 25-ന് വിജയ് സംഗീത 27ാം വിവാഹ വാർഷിക ദിനമാണ്. അന്ന് ഇരുവരും ഒന്നിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വിജയ് എന്ത് നിലപാടെടുക്കുമെന്ന് വ്യക്തമല്ല. 26 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ അനുമതി തേടി ഫെബ്രുവരിയിലാണ് സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. 2021 മുതൽ വിജയ്ക്കൊരു സഹനടിയുമായി ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണങ്ങൾ ഹർജിയിലുണ്ടായിരുന്നു. വിജയുടെ വളർച്ചയിലുടനീളം പിന്തുണയും സാന്നിധ്യവുമായിരുന്ന ഭാര്യ സംഗീത വിജയ് ആരാധകരും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ഇരുവരും സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അതിന്റെ പര്യവസാനം എന്നോണമാണ് ഫെബ്രുവരിയിൽ സംഗീത ചെന്നൈ ചെങ്കൽപ്പെട്ട് കുടുംബകോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത്. ഹർജിയിൽ അവർ ആരോപിച്ച കാര്യങ്ങൾ വിജയ് ആരാധകരെ പോലും ഞെട്ടിച്ചിരുന്നു. വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്നും 2021 ഏപ്രിലാണ് ഇക്കാര്യം താൻ ഉറപ്പിച്ചത് എന്നും സംഗീത ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇത് തനിക്ക് പറഞ്ഞറിയിക്കാനാകാത്ത മാനസിക വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവർ വ്യക്തമാക്കി. ഇതിനുശേഷവും വിജയ് നടിയുമായി പരസ്യമായി ബന്ധം തുടർന്നുവെന്നും അത് കുട്ടികൾക്കും കുടുംബത്തിനും വലിയ മാനസിക പ്രയാസമുണ്ടാക്കിയെന്നും അവർ ആരോപിച്ചു. 2021 ശേഷം വിജയ് വൈകാരികമായി തന്നിൽ നിന്ന് അകന്നുവെന്നും ഭാര്യ എന്ന പരിഗണന നൽകാതെ അവഗണിച്ചുവെന്നും സംഗീത ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഭർത്തൃവീട്ടിൽ തന്നെ പ്രത്യേകമാണ് കഴിഞ്ഞിരുന്നത് എന്നും അവർ വെളിപ്പെടുത്തി. വിജയ് ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ വിദേശയാത്രകളും നടിക്കൊപ്പം പരസ്യമായ പരിപാടികളിൽ പങ്കെടുക്കുന്നതും തുടർന്നു. ഇതോടെയാണ് വിവാഹമോചനത്തിന് തീരുമാനിച്ചത് എന്നും അവർ വ്യക്തമാക്കി. ഫെബ്രുവരി 26-ന് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ചെങ്കൽപ്പെട്ട് കുടുംബക്കോടതി ജഡ്ജി ശശികല ആദ്യം ഹർജി പരിഗണിച്ചത്. പിന്നീട് വോട്ടെടുപ്പ് 3 ദിവസം മാത്രമുള്ളപ്പോഴും കേസ് പരിഗണനയ്ക്ക് വെച്ചു. എന്നാൽ കക്ഷികൾ ഹാജരാകാതിരുന്നതിനാൽ ജൂൺ 15-ലേക്ക് മാറ്റി. അന്നും കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ സംഗീത ഹർജി പിൻവലിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഹർജി കോടതിയിൽ നിലനിൽക്കുമ്പോഴാണ് വിജയുടെ തമിഴ്നാട് വെട്രി കഴകം തെരഞ്ഞെടുപ്പ് വിജയിക്കുകയും വിജയ് മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ ഉൾപ്പെടെ നടി തൃഷയുടെ സാന്നിധ്യം ചർച്ചയായിരുന്നു. വിവാഹമോചന ഹർജിയിൽ ആരോപിച്ച കാര്യങ്ങളുമായി തൃഷയെ ചേർത്ത് പ്രചാരണവും ഉണ്ടായി. വിജയുടെ മാതാപിതാക്കൾ പക്ഷേ സംഗീത സ്വർണലിംഗവുമായി നല്ല ബന്ധത്തിലായിരുന്നു. അവർ ഇടപെട്ട് നടത്തിയ തുടർച്ചയായ പരിശ്രമങ്ങളുടെ ഫലമായാണ് സംഗീത ഹർജി പിൻവലിച്ചത് എന്നാണ് വിവരം. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങളിൽ വിജയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമല്ല. അതേസമയം സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനും മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള വിജയത്തിനും പിന്നാലെ വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ നടത്തിയ അനുരഞ്ജന ശ്രമങ്ങളാണ് സംഗീതയുടെ മനസ്സുമാറ്റാൻ കാരണമായത് എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തനിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് സംഗീത വ്യക്തമാക്കിയതിനെ തുടർന്ന് ജഡ്ജി ഈ ഹർജി തീർപ്പാക്കി ഔദ്യോഗികമായി ക്ലോസ് ചെയ്യുകയായിരുന്നു. വിജയുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ലണ്ടനിലായിരുന്ന സംഗീത ഇതിനകം ചെന്നൈയിലേക്ക് മടങ്ങിയെന്നും ഇരുവരും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം വിജയോ സംഗീതയോ കുടുംബാംഗങ്ങളോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ജൂൺ 22-ന് വിജയുടെ ജന്മദിനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നുള്ള ഊഹാപോഹങ്ങളും ശക്തമായിരുന്നു. വിജയുടെ മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഭാര്യ സംഗീതയും മക്കളും പങ്കെടുത്തിരുന്നില്ല. വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സംഗീതയും മക്കളെയും കണ്ടിട്ടില്ല. ശ്രീലങ്കൻ വംശജയായ സംഗീത 1996-ലാണ് വിജയ് ആദ്യം കാണുന്നത്. 1998-ൽ ബ്രിട്ടനിൽ വിവാഹിതരായി. 1999 ഓഗസ്റ്റ് 25-ന് ഹിന്ദു ആചാരപ്രകാരം ചെന്നൈയിൽ വിവാഹം നടത്തി. വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മക്കൾ ജേസണും ദിവ്യയും സംഗീതയ്ക്കൊപ്പമായിരുന്നു. നിലവിൽ സംഗീത ലണ്ടനിലാണ് താമസിക്കുന്നത്. ഇരുവരും ഒന്നിച്ചുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളോ പ്രഖ്യാപനങ്ങളോ ഉടൻ ഉണ്ടായേക്കുമെന്നാണ് തമിഴകം പ്രതീക്ഷിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ വിജയങ്ങൾക്ക് പിന്നാലെ വ്യക്തിജീവിതത്തിലും സന്തോഷ വാർത്ത എത്തിയത് ആരാധകർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തമിഴ് സിനിമാ രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചയായിരുന്ന നടനും മുഖ്യമന്ത്രിയുമായ വിജയുടെ വിവാഹമോചന വാർത്തകൾക്ക് ഇതോടെ പൂർണ്ണ വിരാമമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.